എന്തായാലും നമ്മുടെ ഒപ്പം ഇപ്പം ഇബാദ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട്. അദ്ദേഹത്തെ നമുക്കറിയാം ഒരുപാട് സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് സോഷ്യൽ മീഡിയ വഴിയിട്ട്. നമ്മളെല്ലാം അത് കാണുന്നതാണ്. നമ്മുടെ കേരളത്തിൽ സംരംഭകർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കേരളത്തിലെ ബിസിനസ്സുകൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ബേസിക്കലി നമ്മുടെ കേരളം എപ്പോഴും ഒരു വ്യവസായ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സംസ്ഥാനം തന്നെയാണ്. ഇതൊക്കെ ഒരു റെയർ കേസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പീയൂഷിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമറോ ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങിയ സമയത്ത് കമറോ നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. കമറോൻ്റെ കേരളത്തിൽ നിന്നൊരു യുണീക്കായിട്ടൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ഭയങ്കര വലിയൊരു പാഷനായിട്ട് നിൽക്കുന്ന ആളാണ്. ഈവൻ കമറോ മറ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള ബാംഗ്ലൂരാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നൊരു ഒരു 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 കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വേൾഡ് വൈഡ് എത്തിക്കുക എന്നുള്ളതാണ് കമറോയുടെ ഏറ്റവും വലിയ ഒരു പാഷൻ. ഇപ്പോൾ പീയൂഷ് നോക്കി അറിയാൻ പറ്റും, ഇവിടെയുള്ള എല്ലാ ഫ്രൂട്ട്സ് പോലും ഒരുപക്ഷെ നമ്മളൊക്കെ മലയാളികൾ കാണാത്ത തരം ഫ്രൂട്ട്സാണ് കമറോ ഇമ്പോർട്ട് ചെയ്തത്. അത് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള കാരണമാണ്. ഇവിടുത്തെ ഒരു ബേസിക് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമറോ ഒരിക്കലും ഒരാൾക്ക് തൊഴിലിന് കൊടുക്കില്ല എന്ന് കമറോ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ. കാരണം ഇപ്പോൾ പീയൂഷ് നോക്കറിയാം, എല്ലാം ഒരു എന്താ പറയുക ഒരു യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്ന രൂപത്തിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ പക്ഷേ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ബേസിക്കലി. പിന്നെ ഇവിടെ ഒരു ബേസിക്കലി മാൻ പവറിൻ്റെ ആവശ്യകത വളരെ കുറവാണ്. കാരണം കാലം മാറി വരികയാണല്ലോ പീയൂഷ്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെയും ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് വേറെ എന്തൊക്കെയോ ലാഭങ്ങളുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കണം എന്നറിയാം പീയൂഷ്, നമ്മുടെ സംസ്ഥാനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണെങ്കിലും വ്യവസായ മന്ത്രിയാണെങ്കിലും എല്ലാവരും വ്യവസായത്തെ ഈ നമ്മുടെ നാട്ടിലേക്ക് വിളിക്കുന്നൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റു ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരാനായിട്ട് വളരെയധികം സങ്കടപ്പെടും. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ബോൾഗാട്ടി കൺവെൻഷൻ സെൻറ്ററിൽ ഒരു പ്രോഗ്രാം നടന്ന പ്രോഗ്രാമിൽ നമ്മുടെ ഓപ്പോസിഷൻ മിനിസ്റ്റർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളായിട്ട് ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ വരുമ്പോൾ ഇങ്ങനത്തെ ചില ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരിക്കലും പീയൂഷ് നോക്കി ഭയങ്കര ഹെവി ടെമ്പറേച്ചർ തണുപ്പാണ് ഇവിടെ. ഒരാൾക്ക് നോർമലി ഒരു 2 മിനിറ്റ്സോ 3 മിനിറ്റ്സിനുള്ളിൽ നിൽക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് മെഷീൻ ഓപ്പറേറ്റ് സിസ്റ്റമായിട്ട് ഇതിനെ മാറുന്നത്. പിന്നെ ഒരു മാൻ പവർ ഇൻവോൾവ് ചെയ്ത് ഈ പ്രോഡക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുമ്പോൾ ഡാമേജ് വരാനുള്ള പോസിബിലിറ്റീസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ടെക്നോളജി ഇവിടെ കമറോ പൂർണ്ണമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്കൊരു വിഷമം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിനെക്കുറിച്ച് മറ്റുള്ളവർ കാണുന്ന മോശമായിട്ടല്ലേ, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അത്രയേ ഉള്ളൂ. ഇതൊരു നമ്മുടെ മാർക്കറ്റിൽ തന്നെ ആ സ്ഥാപനമുണ്ട്, അവിടെയും ഈ ചുമട്ട് തൊഴിലാളികളുടെ സ്ഥാനത്തോടെയാണ് സാധനങ്ങൾ ഇറക്കുന്നത്. പക്ഷേ ഇവിടെ തന്നെ റിക്വയർമെൻ്റ് ഇല്ല. ഇപ്പോൾ പീയൂഷ് ഇതിലെല്ലാവരും പുറത്തുനിന്ന് സംസാരിക്കുന്ന ആൾക്കാരാണല്ലോ, അകത്ത് നോക്കിയാൽ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി മനസ്സിലാവും. ഇത്രയും ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. വണ്ടിയിൽ നിന്ന് സാധനം ലിഫ്റ്റ് ചെയ്യുക, ഇവിടെ കൊണ്ടുപോയി വെക്കുക എന്ന് മാത്രമാണ്. പിന്നെ നല്ല മാനുവൽ ഇൻറ്റൻഷൻ വരുമ്പോൾ അവർക്ക് ഹെൽത്തിന് ഒരുപാട് ബാധിക്കും ഈ തണുപ്പിൽ കാര്യങ്ങളൊക്കെ നിന്നാൽ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു ബേസിക് വിഷയം. അവർക്കത് മനസ്സിലാകാത്തതിൻ്റെ കാര്യമാണ്. പിന്നെ അറിയാമല്ലോ, നമ്മുടെ സ്റ്റേറ്റിൽ ആദ്യം ഒരു ഇൻഡസ്ട്രി തുടങ്ങുമ്പോൾ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. അത് മാത്രമേ ഇതിൻ്റെ അകത്ത് കാണുന്നുള്ളൂ ബേസിക്കലി.